നമുക്കിപ്പം ആലപ്പുഴയുടെ ചുമതലയുള്ള മിനിസ്റ്റർ എം ലിജു തത്സമയം ചേരുന്നു. മിനിസ്റ്റർ എം ലിജു, ഇന്നിപ്പം അങ്ങും അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അരുൺ. കാരണം കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്കാലമായി അവിടെ തുടർച്ചയായ മുന്നൊരുക്ക യോഗങ്ങൾ ഉൾപ്പെടെ നടത്തുകയാണ്. ആദ്യം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആദ്യം ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. രണ്ടാമത് ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് മുഴുവൻ MLA മാരും, അതായത് പ്രതിപക്ഷ ഭേദമില്ലേ മുഴുവൻ MLA ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു. അന്ന് ഈ തോട്ടപ്പള്ളി വിലയിരുത്തിയതാണ്. അന്ന് മന്ത്രി ശ്രീ ജി സുധാകരൻ അവിടെ വന്ന യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു നല്ല നീരൊഴുക്കാനുള്ളത്. എല്ലാ MLA മാരെ എല്ലാവരും 100% പറഞ്ഞു അവിടെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ അവിടെ നേരിട്ട് നിന്ന് നീരൊഴുക്ക് വിലയിരുത്തി. ഇന്നലെ ദിവസം ഞാൻ എന്റെ നിയോജക മണ്ഡലമായ കായംകുളത്തായിരുന്നു, മുഴുവൻ സമയ ക്യാമ്പുകളായിരുന്നു. എന്നിട്ട് ഞാൻ കുട്ടനാട്ട് MLA വിളിക്കുന്ന സമയം എനിക്ക് അദ്ദേഹത്തിന്റെ ബോട്ടപകടമൊക്കെ പറ്റിയ സമയം കൊണ്ട് ഫോൺ അദ്ദേഹത്തിന്റെ 3 മണിക്കൂറോളം ലഭ്യമായിരുന്നില്ല. വളരെ വൈകി ഞങ്ങള് രാത്രി അവിടെ നിന്ന് തിരിച്ച് ഇന്ന് വെളുപ്പിനെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തു. ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് ഇന്നലെ തന്നെ ഇന്ന് 11 മണിക്ക് രാവിലെ 11 മണിക്ക് മുഴുവൻ ജനപ്രതിനിധികളുടെയും വീണ്ടും MLA മാരുടെ മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇന്ന് രാവിലെ ക്യാബിനറ്റ് യോഗം നടന്നിട്ട് ഞങ്ങൾ അടുത്ത ട്രെയിനിൽ ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടെ തിരിച്ചു പോകുന്നു. രാവിലെ 11 മണിക്ക് തന്നെ ഞാൻ ഓൺലൈനിൽ മുഴുവൻ ഈ കാര്യങ്ങളും വിലയിരുത്തുകയുണ്ടായി. അവിടെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടൈം ഇഷ്യൂ ആണ് അരുൺ. അതായത് കഴിഞ്ഞ പ്രളയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത് ഈ നീരൊഴുക്ക് ശക്തമാവണമെങ്കിൽ ലീഡിംഗ് ചാനൽ, അതായത് വിയ്യപുരത്ത് നിന്നും ഒരു ലീഡിംഗ് ചാനൽ എന്ന് പറയുന്ന അവിടെ ആ ലീഡിംഗ് ചാനലിലൂടെയാണ് വെള്ളം പൊഴിമുഖത്ത് എത്തുന്നത്. പക്ഷെ അത് ചെളി അടിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് അവിടെ ഈ മണ്ണെടുക്കുന്നു, ഈ ലീഡിംഗ് ചാനൽ വൃത്തിയാക്കുന്ന രീതിയിൽ അവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ സിലിക്ക മണ്ണാണ് എടുക്കുന്നതാണ് പറയുന്നത്. ശരിയാ. അപ്പൊ ആ ലീഡിംഗ് ചാനലിൽ ആഴം കൂട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നീരൊഴുക്ക് കുറയുന്നത്. രണ്ടാമത് AC കനാൽ കഴിഞ്ഞ ഈ പ്രളയത്തിന് ശേഷം പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടണം. 2, AC കനാലിലെ തടസ്സങ്ങൾ മാറ്റിയത് AC കനാലിനെ പൂക്കൈത ആറുമായി കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് കൂടുതലും ഈ നമ്മുടെ നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ മാത്രമല്ല, AC കനാലിലൂടെ വേമ്പനാട്ട് കായലിലെത്തി അവിടെ നിന്നും തണ്ണീർമുക്കം ബണ്ട് വഴി അപ്പുറത്തേക്ക് പോകണം. അതാണ് ഒരു പ്രധാനപ്പെട്ട വാട്ടർ വ്യൂ. മൂന്നാമത് കുട്ടനാട്ടിലെ ഇടത്തോടുകൾ വൃത്തിയാക്കി ജലനിർഗമനം ഉറപ്പാക്കണം. അതിൽ ഈ ഒരു ലോങ് ടൈം പ്രോസസ്സ് നടന്നിട്ടില്ല കുട്ടനാട്ടിൽ. അതാണ് വെള്ളം ഒഴുകി പോകാത്തതിന്റെ കാരണം. ഇപ്പോൾ അവിടെ നിങ്ങൾ കാണിച്ച ഷട്ടറിന് മുമ്പിൽ കാണുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം എന്നത് ഈ പ്രളയത്തിൽ കിഴക്കൻ വെള്ളം ഒഴിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക്കും എല്ലാം കൊണ്ടാണ് വന്നത്. ടൺ കണക്കിന് മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതിനിടെ 2 പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്. ലീഡിംഗ് ചാനലിലവിടെ പാണ്ടി പാലം എന്ന് പറയുന്ന എന്റെ പഞ്ചായത്ത് ചെറുതനക്ക, ഞാൻ ആ പ്രദേശത്തുകാരനാണല്ലോ, ചെറുതന പഞ്ചായത്തിലെ പാണ്ടി പാലമുണ്ട്. അതൊരു ഇടത്തരം പാലമാണ്. ഒത്തിരി ഈ കാലുകൾ ഉള്ളതുകൊണ്ട് അവിടെ അടിഞ്ഞുകൂടി. പള്ളിപ്പാട് പഞ്ചായത്തിലെ 28 കിടവ് പാലം അവിടെ വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എന്റെ നിയോജകമണ്ഡലമായ കായംകുളത്തുണ്ടായിരുന്ന കരിപ്പുഴ പാലം, ഇവിടെ എല്ലാം ഈ ടൺ കണക്കിന് ഈ ഇത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് LSDയും കാര്യങ്ങളും ഉപയോഗിച്ച്. അപ്പൊ ഈ വന്നു കിടന്ന വലിയ തോതിലുള്ള മാലിന്യം സ്വാഭാവികമായും സ്പിൽവേർ അവിടെ നിന്ന് കൂടുമ്പോൾ വലിയ മാലിന്യ പ്രവാഹം ഉണ്ടാവും. അത് നീരൊഴുക്ക് അല്പം കുറച്ചിട്ടുണ്ടെന്നുള്ളതും ശരി തന്നെ. അതിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഈ പറഞ്ഞതുപോലെ മാലിന്യങ്ങൾ ഇല്ലാതിരിക്കണോ, ഈ പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ വലിച്ചെറിയല്ലേ, കാര്യങ്ങളും അല്ലേ. അതല്ലാതെ അതവിടെ ഒരു സുപ്രഭാതം കൊണ്ട് ഏകോപനത്തിന്റെ കുറവൊന്നും ഒരിക്കലും പറയാം. കഴിഞ്ഞ അങ്ങനെ റെജി ചെറിയൻ ഒരു പുതിയ MLA, അദ്ദേഹം രാവിലെ 9 മണിക്ക് ഫോൺ എടുത്ത് വിളിക്കുന്ന സമയത്ത് പിന്നെ എന്റെ കൂടെ ഉള്ള ആളുടെ മിസ് കോൾ ഉണ്ട്. ഞങ്ങളെല്ലാം ക്യാബിനറ്റിൽ പങ്കെടുക്കല്ലേ. ഞാൻ ആ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വാർത്ത ഉടൻ തന്നെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഫോൺ ചെയ്തു, അപ്പോഴെ തന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ അപ്പോഴെ തന്നെ എനിക്കതൊരു സംശയമുള്ളത്, അതൊരു സാങ്കേതിക സംശയമാണ്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അവിടെ ആ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം 365 മീറ്ററോ മറ്റോ ഉണ്ട് നമ്മുടെ. ഒരിക്കൽ പോലും 100% നമുക്ക് പൊഴി എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ മണൽത്തിട്ട എടുത്തു മാറ്റാന്നല്ല. അവിടെ 150 മീറ്റർ ഒരു പൊഴി, ഒരു മൂലയ്ക്കൂടെ അതിശക്തമായ വെള്ളപ്രവാഹം ഉണ്ടാവും. മറ്റേ കര മുഴുവൻ എടുത്തുവാണെങ്കിൽ മാസങ്ങൾ വേണം, മനസ്സിലാക്കണം. അതവിടെ ഒരു മണൽത്തിട്ടയാണ്. ആ മണൽത്തിട്ടയല്ല പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയ മണൽത്തിട്ടയുടെ ഒരു പോർഷനിലുണ്ടാകുന്ന ജലപ്രവാഹം ഒഴിവാക്കുന്ന ഒരു വേ ആണ് പൊഴി. അതല്ലാതെ 100% മീറ്റർ കണ്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അല്ല, അത് 150 മീറ്റർ
അപ്പൊ ആരോടും ഇന്ന് ആ ഫുൾ സിക്കിലും തുറക്കാൻ കഴിയുന്ന മാസങ്ങൾ നീളുന്ന അല്ലെങ്കിൽ വർഷം തന്നെ എടുത്തു വരുന്ന ഒരു പ്രക്രിയയാണ്. ഈ പൊഴിയെ മുറിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. സ്വയം മുറിയുകയും നമ്മൾ അവിടെ തൂമ്പായി ഉപയോഗിച്ചും ആളുകൾ നിന്നാണ് പൊഴി മുറിക്കുന്നത്, മനസ്സിലാക്കണം. അതെല്ലാം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ പറയുന്ന പോലെ ആ പ്രദേശത്തെ മുഴുവൻ മണൽത്തിട്ടയും എടുത്തു മാറ്റുന്നതല്ല പൊഴി മുറിക്കൽ. അതൊരു പോർഷനാണ്. പണ്ട് തൂമ്പായിട്ട് ജനങ്ങളായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായി പൊഴി വീഴുമ്പോൾ വെള്ളത്തിന്റെ ഫോഴ്സിൽ ഒരു ഭാഗത്ത് മുറിഞ്ഞ് അങ്ങനെയാണ് ഇത് പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ പുറത്ത് കാണുന്നോട്ട് ആ മുഴൽത്തട്ട മുഴുവെടുത്തല്ല. പക്ഷെ എന്നിട്ട് പോലും അവിടെ 3-4 വലിയ വാഹനങ്ങൾ ഇതിട്ട് ഈ മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തുടരുമല്ലോ അല്ലേ ഈ പ്രക്രിയ? തുടരും. പക്ഷെ അരുൺ, ഒരു പോയിന്റ് ഞാൻ എഗ്രി ചെയ്യുന്നു. അവിടെ ഒരു ലോങ് ടൈം പ്രോജക്റ്റ് വേണം. അത് മാത്രമാക്കരുത് ലിജു. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് പറയാതെ പോയി കുഫോസിന്റെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് LDF സർക്കാർ കിട്ടിയിട്ട് അവർ നടപ്പാക്കാതെ പോയതാണ്. അതും കൂടി പറഞ്ഞു തന്നെ പോകണം. LDF സർക്കാരിന്റെ കാലത്ത് ഈ വേമ്പനാട്ട് കായലിന്റെ ആഴം കുറഞ്ഞതിനെ കുറിച്ച് ഗൗരവമേറിയ പഠനമുണ്ടായിരുന്നു. ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്തിരുന്നതാണ്. 8.5-ൽ 1.7 കുറഞ്ഞതിന്റെ ആഴം. നമ്മളത് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പ്ലാൻ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ പ്രളയം കഴിഞ്ഞപ്പോൾ ഒരു പ്ലാനിംഗ് ബോർഡ് റിപ്പോർട്ടുണ്ട്, അത് പഠിക്കണം. അതിനകത്ത് നമ്മുടെ നദികളുടെ ക്യാരിയിങ് കപ്പാസിറ്റി ഏക്കർ കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടി AC കനാലിന്റെ തടസ്സം മാറ്റി അത് പൂക്കൈത ആറുമായി കണക്ട് ചെയ്ത് വേമ്പനാട്ട് കായലിലേക്ക് ജലപ്രവാഹം ഉണ്ടെങ്കിൽ മാറ്റുകയും ഇടത്തോടുകളിൽ ആഴം കൂട്ടി അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ കുട്ടനാട് ഒരു മാറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് എന്തൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹം അവിടുത്തെ റിപ്പോർട്ടർ ഒരു മനുഷ്യരോടൊന്ന് ഫോൺ പോലും ചെയ്തിട്ടില്ല. ഈ വന്നടിഞ്ഞ മാലിന്യം വന്നത് 3-4 മാസം കൊണ്ട് വന്നതല്ല. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ മുഴയാർ അണക്കെട്ട് ഉൾപ്പെടെ തുറന്നു പോടുമ്പോൾ അവിടെ നിന്ന് മുഴുവൻ കൊണ്ടുവരുന്ന അത് വന്നടിയുന്ന ഇവിടല്ലേ. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്റെ ഭാഗങ്ങള്, പ്ലാസ്റ്റിക് എല്ലാം വരും. കാരണം വീടുകൾ തകരുന്നതുകൊണ്ട് കിട്ടുന്ന എല്ലാ മാലിന്യം, കാരണം കടലിലേക്ക് വരികയല്ലേ ഇതെല്ലാം. അത് സ്വാഭാവികമായിട്ടും ഈ അവിടെ ഉണ്ട്. അതല്ലാതെ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എല്ലാ MLA ഉൾപ്പെടെ അവലോകനം നടത്തിയതല്ലേ. ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ അതൊരു സസ്റ്റൈൻഡ് എഫേർട്ട് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. മിസ്റ്റർ എം ലിജു ആണ് നമുക്കൊപ്പം നൽകിയത്. ഇതിനൊരു പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ വേണം. അത് മിനിസ്റ്റർ എം ലിജുവും സമ്മതിക്കുന്നുണ്ട്. അത് സ്പിൽവേ മാത്രമല്ല, പുഴയുടെ കാര്യത്തിൽ മാത്രമല്ല, ലീഡിംഗ് കനാലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്, ഒപ്പം തന്നെ വേമ്പനാട്ട് കനാലിൻ്റെ തണ്ണീർമുക്കം മണ്ണിൻ്റെ ഈ വേമ്പനാട്ട് കായലിൻ്റെ ഒക്കെ ആഴം വർദ്ധിപ്പിക്കുന്നത്, സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതെല്ലാം